നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാതെ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ, ആരാണെങ്കിലും എനിക്ക് എന്താണ് സംഭവിച്ചത്, എന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ ഐ ഫീൽ ഹേർട്ട് വെൻ യു ക്യാൻസൽ പ്ലാൻസ്, അതിന് പകരം യു ഓൾവേസ് ക്യാൻസൽ പ്ലാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന് പകരം എന്റെ ഭാഗത്ത് എനിക്കുണ്ടായ കൺസേൺസ് എന്താണെന്ന്. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്റെ ഫീലിങ്ങും എനിക്കിങ്ങനെ, എനിക്കങ്ങനെ, എനിക്കത് സങ്കടമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. നോക്കണം നമ്മളുടെ ഒരു പാറ്റേൺ എന്താന്നുള്ളത്. അങ്ങനെ പറഞ്ഞ് നമ്മൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിഹേവിയർ നമുക്ക് തന്നെ ഉണ്ടോ എന്നുള്ളത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വെറുപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ അത്ര കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ കുട്ടികളോടോ ഹസ്ബൻഡിനോടോ കൂടെയുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയൊരു ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ളവരോട് എന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ബോറിംഗ് ആയിട്ടുള്ളത് എന്നുള്ളത് വെറുതെ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. എന്താണ് ബോറിംഗ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും എനിത്തിങ് എന്താണെന്നുള്ളത് ചോദിക്കണം. എനിത്തിങ് ബോറിംഗ് ഫ്രം മീ എന്നുള്ളത് വെറുതെ ചോദിച്ചാൽ ചിലപ്പോൾ കുറെ ഉണ്ടാവും കുട്ടികളുടെ അടുത്ത് നിന്നൊക്കെ നമുക്ക് പറയാനുള്ളത്. അപ്പൊ എനിക്കൊക്കെ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് എന്റെ മക്കളുടെ അടുത്ത് നിന്ന് കിട്ടുന്നത് ഞാൻ ഭയങ്കര സീരിയസ് ആണ്. അപ്പൊ കുറെ കാലങ്ങളായിട്ട് ഭയങ്കര നല്ലൊരു ഫണ്ണി ആയിരുന്നു മുമ്പേ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്ന് കുറെ വിട്ടുപോയി എങ്ങനെയൊക്കെയോ ലൈഫിലുള്ള പല സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും കയറി വന്ന് കുറച്ച് സീരിയസ് ആയിപ്പോയി. അപ്പൊ എപ്പോഴും അമ്മച്ചിയുടെ മുഖം ഭയങ്കര സീരിയസ് ആണ്, അപ്പൊ ചിരി കുറവാണ്, ചിരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പോഴാണത് ശ്രദ്ധിക്കണത്. ഞാനത് ശ്രദ്ധിക്കണില്ല, എപ്പോഴും മനസ്സിലിങ്ങനെ പല കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ ഒരു കോഴ്സുകളെ കുറിച്ചോ ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള പല ചിന്തകളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അത് അവര് പറഞ്ഞപ്പോ നമ്മുടെ മുഖത്തും ആ ഒരു സീരിയസ്നെസ് ഇങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ അതേപോലെ അത് അവരോട് ചില ഫീഡ്ബാക്കുകൾ ചോദിക്കും, അല്ലെങ്കിൽ ചോദിക്കാതെ തന്നെ അവർ തന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ. അപ്പൊ ചിലപ്പോൾ അല്ലെങ്കിൽ നല്ല ഓപ്പൺ കോൺവെർസേഷൻസ് വെറുതെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ എന്ത് ചെയ്യും, നല്ല അടിപൊളി ഫീഡ്ബാക്കുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും. പക്ഷെ ആ ഫീഡ്ബാക്കുകൾ കിട്ടുമ്പോൾ അതിനെ കേൾക്കാൻ റെഡി ആവണേ, എന്നാലുള്ളൂ നമുക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടാവും. അല്ലെങ്കിൽ അപ്പൊ തന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിഫെൻസ് ചെയ്യാനോ വാലിഡേറ്റ് ചെയ്യാൻ പോവുക. അപ്പൊ ഓക്കെ ഭയങ്കര സീരിയസ് ആണ് പറയുമ്പോൾ അങ്ങനെ തന്നെ ഞാനിപ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നതിന് പകരം അങ്ങനെയാണോ എന്നാ പിന്നെ അതിന്റെ ശേഷം ഞാൻ എന്ത് ചെയ്യും, ഇന്റൻഷനലി എന്നെ ഇങ്ങനെ ആ മുഖത്തേക്ക്, ഉള്ളിൽ ചിലപ്പോൾ സീരിയസ് ഒന്നും ആവില്ല എന്നാൽ പോലും മുഖത്തേക്കുള്ള ആ ഒരു ഭാവത്തിന് അറിയാതെ വന്നുപോയ ആ ഒരു ചേഞ്ച് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആ ഒരു പുഞ്ചിരി ഉണ്ടാക്കിയിട്ടും ചിരിച്ചിട്ടും അങ്ങനെ അതിനെ മാറ്റി എക്സർസൈസുകൾ ചെയ്തിട്ട് തന്നെ മാറ്റിക്കൊണ്ടുവരും. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഒക്കെ നമുക്ക് അങ്ങനെ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്ന് പറഞ്ഞ് എന്റെ ഭാഗത്ത് എന്താ ഉള്ളത് നോക്കുക. മറ്റുള്ളവരെ ബ്ലെയിമിങ് അല്ലെങ്കിലും ഈ കുറ്റപ്പെടുത്തലുകളുള്ള സംസാരം ഉണ്ടല്ലോ അത് പരമാവധി കുറക്കുക. നമ്മളന്നൊരു ചാലഞ്ച് ഉണ്ടായിരുന്നല്ലോ നമ്മളുടെ നോ കംപ്ലൈന്റ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു പിക്കി ബോക്സിൽ എന്തെങ്കിലും കംപ്ലൈന്റുകൾ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പറയാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അത് എഴുതിയിട്ട് അതിന്റെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് എഴുതിയിട്ട് അതിലിടാന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ എപ്പോഴും ഇനി എന്ത് വെച്ചാല് ആരാണെങ്കിലും ഒരു കംപ്ലൈന്റ് പറയാൻ മനസ്സിലേക്ക് വരുമ്പോൾ ആദ്യം ഒന്ന് തിങ്ക് ചെയ്യണം, ഒന്ന് ചിന്തിച്ചതിന് ശേഷം ആ കംപ്ലൈന്റിന് പകരം എന്താണ് നമുക്ക് അവിടെ വേണ്ടത് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിള് ഇപ്പൊ വീട്ടില് എപ്പോഴും വീട് ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കാന്ന് വെച്ചോ. ഇപ്പൊ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ട് അവിടെ, സോഫമ്മ നടക്കാൻ വേണ്ടിട്ട് അവിടെ വെച്ചിട്ട് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ആ ഒരാള് ആദ്യം വരുന്ന ഡയലോഗ് എന്തായിരിക്കും, ഒറ്റ കുട്ടിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഇത് എത്ര ദിവസം ഇവിടെ കിടന്നാലും ഇങ്ങനെ തന്നെ ഉണ്ടാകും, ആരും എടുത്ത് കൊണ്ടുപോകില്ല, മടക്കി വെച്ചാലും എടുത്തേക്കൂല. ഇതായിരിക്കും നോർമലി നമ്മൾ മദേഴ്സിന്റെ അടുത്ത് നിന്ന് വരുന്ന ഡയലോഗ്. അപ്പൊ അതിന് പകരം അത് കംപ്ലൈന്റ് അല്ലെ, ആ ഒരു കംപ്ലൈന്റ് സ്റ്റൈലിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? അത് എല്ലാവരും ഒന്നുകിൽ ഞാൻ സാധാരണ എന്താ ചോദിച്ചാല് പിന്നെ ആ ഫോട്ടോ ഞങ്ങൾ ഫാമിലി മാത്രമുള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ ജസ്റ്റ് ഫോട്ടോ എടുക്കും അയക്കും. എന്നിട്ട് എല്ലാവരോടും എത്രയും പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കി തരൂ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് മെസ്സേജ് അയക്കും. അപ്പൊ എല്ലാവർക്കും ഇത് ഇതാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മള് പിന്നെ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കണോടുകൂടി ഒരു പ്ലീസും ലാസ്റ്റിലുണ്ട് നമ്മൾക്ക് ദേഷ്യത്തിലാണോ ഇങ്ങനെ പറയണമെന്നുള്ളതൊന്നും ആർക്കും മനസ്സിലാവില്ല. അപ്പൊ എല്ലാവരും അത് ക്ലിയർ ആക്കിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ സമാധാനത്തിൽ വേറെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ട് അത് എല്ലാം മടക്കി വൃത്തിയാക്കിയിട്ട് ഓരോരുത്തർക്കും മാറ്റി വെച്ചു കൊടുക്കും. എന്നിട്ട് ഫോട്ടോ എടുക്കും, ഗ്രൂപ്പിലിടും, അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ പിന്നെ അത് ഓൾറെഡി വെച്ച് കഴിഞ്ഞാൽ അത് അവര് എടുത്ത് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് വരും. അപ്പൊ അങ്ങനെയൊക്കെ ആ കംപ്ലൈന്റും മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിയുമ്പോൾ അതിങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കി കുറെ സെൽഫായിട്ടും കുറെ പറയും, അവരോട് ഡയറക്റ്റ് ആയിട്ടും പറയും. അത് കംപ്ലീറ്റ് എന്ത് ചെയ്ത് കട്ട് ചെയ്ത് അപ്പൊ അതിന് പകരം നമുക്ക് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് മാർഗങ്ങൾ നമുക്ക് കിട്ടി.
പിന്നെ അവോയ്ഡ് ഡിഫെൻസീവ്നെസ്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല എപ്പോഴും ഓരോ കാര്യത്തിലും ഡിഫെൻസീവ്നെസ് വരുന്നത് എപ്പോഴാ വെച്ചാല് ഞാൻ എന്റെ ഭാഗത്തുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് കൺസേൺ അല്ലാതെ ഇത് മറ്റുള്ളവർ എന്നെ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും അതിലൊരു റെസിസ്റ്റൻസ് വേഗം എന്നെ സേഫ് സോണിലേക്ക് കൊണ്ടുപോകാൻ നേരമാണ് ഡിഫെൻസീവ്നെസ് വരിക. നമ്മൾ ഇന്നലെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ മൈൻഡ്ഫുൾ കമ്മ്യൂണിക്കേഷൻ, കുറെ കാര്യങ്ങൾ ചെയ്യുക, ഡിസ്ട്രാക്ഷൻസ് ഇങ്ങനെയുള്ളതൊക്കെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒന്നും ഒഴിവാക്കാൻ നമ്മൾക്ക് പറ്റില്ല കേട്ടോ. അത് മീൻസ് ഒരു ഫാമിലിയിലാണെങ്കിലും വർക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കിച്ചണിൽ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ സംസാരിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ നോക്കണം ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ എഫക്റ്റീവ്നെസ്സിനെ അത് ബാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കുക. അതേപോലെ എപ്പോഴും ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കാതെ അവർക്കൊരു ശ്രദ്ധ കൊടുക്കണില്ലേ എന്നുള്ളത് നോക്കാം. അല്ലാതെ ഇനിയിപ്പോ ഇതൊക്കെ പഠിച്ചത് കൊണ്ട് തന്നെ പലപ്പോഴും ഇതെല്ലാം നമ്മുടെ മൈൻഡിലേക്ക് വരും എപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈവൻ ഇനി നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മറ്റാരോടെങ്കിലും ഒന്ന് സംസാരിക്കുക എന്തെങ്കിലും പറയുക ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഐ കോണ്ടാക്ട് എങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഡിസഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ കാം ആവുക, ഇത് പ്രാക്ടീസ് ചെയ്യുന്ന വേണം. മറ്റൊരാള് നമ്മളായിട്ട് എഗ്രി ചെയ്യാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോർമലി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ വരിക, അതിന്റെ അപ്പുറത്ത് നമ്മളുടെ വാദം എന്താണോ അത് അങ്ങോട്ടേക്ക് പറയുക എന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ അവിടെയൊക്കെ കാമായിട്ട് അത് കേട്ട് അതിനനുസരിച്ചിട്ട് ഒരു ഡിസ്കഷൻ മോഡിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരണമെങ്കിൽ അത്യാവശ്യം നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിന് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് അതിനും പറ്റും. അപ്പൊ അവിടെയൊക്കെ ഒരു കോൺഫ്ലിക്ട്സുകൾ എസ്കലേറ്റ് ചെയ്ത് പോകുന്നതിലേക്കുള്ള ചാൻസുകൾ നമുക്ക് അതിന്റെ ബേസിക് ലെവലിൽ തന്നെ അതിനൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, അതായത് പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അതിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ല് അതും നോക്കണം. നമുക്കിപ്പോ അത് കോൺഫ്ലിക്ട്സുകൾ കണ്ടിന്യൂസ്ലി വരുന്നുണ്ടോ എന്നുള്ളത് ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ, ഈവൻ ഫാമിലി റിലേഷൻഷിപ്പിലാണോ അതല്ല വർക്കിലാണോ ഫ്രണ്ട്സുമായിട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ഫാമിലി അല്ലാതെ മറ്റ് കുറച്ച് ഡിസ്റ്റൻസിലുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും, അവരായിട്ടൊക്കെ അല്ലെങ്കിൽ ഇൻലോസ് ആയിട്ടൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഏത് രീതിയിലാണെങ്കിലും, ഏത് രീതിയിൽ എന്ന് പറയാൻ കാരണം വെച്ചാൽ ചിലത് നമ്മൾ ഉള്ളിലുണ്ടാവും, പുറത്തേക്ക് വല്ലാതെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. സംസാരിച്ചിട്ടും പറഞ്ഞിട്ടും ഒക്കെ പുറത്തേക്ക് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാതെ ഉള്ളില് ഭയങ്കര യുദ്ധം നടക്കുന്ന രീതിയിലുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് നോക്കുക, അങ്ങനെയുള്ള ഏതെങ്കിലും ഭാഗത്ത് അങ്ങനെ ചില കോൺഫ്ലിക്ട്സുകൾ ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ എപ്പോഴും ആ ഒരു മൈൻഡ് സെറ്റിന് ഒരു സൊല്യൂഷൻ ഫോക്കസ്ഡിലേക്ക് അതിനെ കൊണ്ടുവരും. എങ്ങനെ ഇതിനെ ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഒരുപാട് മെത്തേഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു കോൺഫ്ലിക്റ്റിലേക്ക് എത്തിക്കുന്നത്. ചിലപ്പോൾ അവിടെ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഉണ്ടാവും, ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാകും, അതല്ലെങ്കിൽ നമ്മുടെ സൗകര്യങ്ങളായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ അവിടെ എനിക്ക് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുമോ, ഇനി അറ്റ്ലീസ്റ്റ് എന്റെ ഭാഗത്ത് എന്താണ് എന്റെ ഉള്ളിൽ എന്ത് മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ പറ്റും എന്നൊക്കെ ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത്. പിന്നെ ഡയറക്റ്റ് ആണ് പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്ന്. ഇപ്പൊ ഞാനും സെമിനയും തമ്മിൽ ഭയങ്കര ഒരു അടിയിലേക്കും പ്രശ്നത്തിലേക്കും ഇങ്ങനെ സംസാരം മാറിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ നമുക്ക് നമ്മളിതൊരു പ്രശ്നത്തിലേക്ക് പോകണ്ട, നമുക്കൊരു പ്രശ്നമില്ലാതെ ഇതിനെങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് കൊണ്ടുവരാം എന്നവിടെ ചോദിക്കാം. അതിനുള്ള ഈഗോ അതിനെ സമ്മതിക്കൂല പൊതുവെ ആളുകൾ. പക്ഷെ എന്ത് ചെയ്യാം, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒരു എസ്കലേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്നതിന് പകരം അതിനങ്ങോട്ടേക്ക് താഴേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതിലൊക്കെ മറ്റുള്ളവരെ ഒരു ബ്ലെയിം ഫ്രെയിമിൽ എടുക്കുന്നത് നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ആ കോൺഫ്ലിക്റ്റുകളൊക്കെ നമുക്ക് ഒരുപാട് ഓർക്കാൻ പറ്റൂട്ടോ. അതായത് അവരിലാണ് കുറ്റം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ. പിന്നെ വരുന്നത് ബി പേഷ്യന്റ് ആൻഡ് ഫോർഗിവിങ്, നമ്മൾ പുറത്തു കൊടുക്കുക. അതിന്റെ മുന്നേ ഒന്ന് മിസ്കമ്മ്യൂണിക്കേഷൻ, അതായത് എപ്പോഴും നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലാക്കി. ഇത് ഇത്രയും കാലം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കി അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നാൽ പോലും ചില സമയത്ത് എന്താണ് കമ്മ്യൂണിക്കേഷൻ ശരിയായ രീതിയിൽ നടക്കണം എന്നില്ല. അതേപോലെ തന്നെ ഞാൻ അങ്ങോട്ടേക്കാണെങ്കിൽ എന്റെ ഫീലിങ്സ് അല്ലെങ്കിൽ എന്റെ കൺസേൺസ് ഒന്നും മറ്റുള്ളവർക്ക് ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. അതേപോലെ തന്നെ അവരുടെ കൺസേൺസ് അവരുടെ അതേ ഒരു ഇന്റൻസിറ്റിയിൽ എനിക്കും മനസ്സിലാവണമെന്നില്ല. അപ്പൊ അതൊക്കെ വരാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അവിടെ ചില സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സാരില്ല എന്നുള്ള രീതിയിൽ നമുക്കത് പുറത്തു കൊടുക്കാനും അതിനനുസരിച്ച് നമ്മളൊന്ന് മാനേജ് ചെയ്യാനും നമുക്ക് കഴിയും. പിന്നെ ഒരു എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ
ഒരു ടെൻഡൻസി ഉള്ളത് എന്താന്ന് വെച്ചാൽ ആ ഒരു പ്രശ്നത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാതെ ആരെങ്കിലും ഫോൺ വിളിച്ചാലും ഉമ്മ വിളിച്ചാലും ഇത്താത്ത വിളിച്ചാലും ഇക്കാക്ക വിളിച്ചാലും ഒക്കെ ആ പ്രശ്നത്തെ കുറിച്ച് ഇങ്ങനെ എത്രയോ വട്ടം അതിനെ റിപ്പീറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ആയിരിക്കാം, സംഭവിച്ചിട്ടുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ ഇനി സംഭവിക്കും എന്നുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പൊ ആ ഒരു ഇഷ്യൂ തന്നെ വീണ്ടും 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 ചർച്ച ചെയ്തിരിക്കുന്നതിന് വരെ ഒറ്റ പ്രാവശ്യം ആ ഇഷ്യൂവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്താൽ മതി. പക്ഷെ ഇത് നമുക്ക് ഉള്ളൊരു സ്വഭാവം അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വീണ്ടും വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് പകരം എന്നിട്ട് അതിനെക്കുറിച്ചുള്ള നമ്മളുടെ എന്താണ് എന്ത് എമോഷൻ ആണോ നമുക്കുള്ളത് അത് ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിന് പകരം ഓക്കെ അത് സംഭവിച്ചു, ഇനി അതിന് സൊല്യൂഷന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഡിസ്കഷൻ. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ഇമോഷനിലൊക്കെ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഇതില് പൊതുവെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്കിൽ സാധാരണ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തെ കുറിച്ചാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ടൊക്കെ, ഈവൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട്, ഫ്രണ്ട്സിനോട്, ആരുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ആ പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രശ്നമാണോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതല്ല എപ്പോഴും ആ ഒരു സൊല്യൂഷൻ ഓറിയന്റഡ്, പ്രശ്നത്തെ കുറിച്ച് ഒറ്റ പ്രാവശ്യം മാത്രം, ബാക്കി മുഴുവൻ ആ ഒരു സൊല്യൂഷനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 1 to 10 നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ എവിടെയാണ് സ്കെയിൽ റേറ്റ് ചെയ്യാൻ പറ്റുക? അപ്പൊ നിങ്ങളൊന്ന് റേറ്റ് ചെയ്തേ. ഇപ്പൊ എനിക്കൊക്കെ മുമ്പ് ഇതിനിപ്പോ ഒരു 9 വരെ വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് കുറെ മുമ്പൊക്കെ ആ പ്രോബ്ലം തന്നെ വീണ്ടും 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 മൈൻഡിലിട്ട് ഒരുപാട് ചിന്തിക്കും. പിന്നെ പറയുന്നവരോടൊക്കെ മെയിൻലി ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ആയിരിക്കാം പറയുന്നുണ്ടാവുക. അപ്പൊ അതൊക്കെ കൂടുതൽ പിന്നീട് അതിങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് ഓക്കെ എല്ലാവർക്കും. അപ്പൊ എന്താണ് അതില് നോക്കുക. ഇപ്പൊ ഇതൊരു അവയർനെസ് ആണ്. നമുക്ക് ഇതൊക്കെ കേൾക്കുന്നതോടെ നമുക്ക് ആ ഒരു ഓർമ്മ വരും ഇനി മനസ്സിലേക്ക്. ഓക്കെ, താങ്ക് യു ഫോർ ഷെയറിങ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, അതേപോലെ തന്നെ നമുക്കത് റിസോൾവ് ചെയ്യാൻ ആവശ്യമുള്ള ഒരാളോട് മാത്രം നമുക്കത് പറഞ്ഞാലും മതി. ഒരുപാട് ആളുകളോടും ഒരുപാട് പ്രാവശ്യമൊന്നും അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണ്ട ആ ഒരു പ്രശ്നങ്ങൾ. അപ്പൊ ആ ഒരു ഫോർഗീവ്നെസ്സും പേഷ്യൻസും നമുക്കുണ്ടെങ്കിൽ, അത് എന്തിനുള്ള പേഷ്യൻസ് ആണ്, ആ ഒരു പ്രശ്നത്തെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും, ഫീൽ ചെയ്തിട്ടുണ്ടാവും. പ്രശ്നങ്ങൾ ഉള്ളവിടത്താണല്ലോ ഈ ഒരു മിസ്മാച്ചും പിന്നെ അതേപോലെ ആ ഒരു മിസ് അലൈൻമെന്റ് ഒക്കെ ഉള്ളിടത്താണല്ലോ ഇതൊക്കെ കൂടുതലായിട്ട് ആവശ്യം വരിക. എന്ത് ബ്ലെയിമിങ്ങും പിന്നെ അതേപോലെ ഫോർഗീവ്നെസ്സും പേഷ്യൻസും ഒക്കെ അവിടെയുള്ള ആവശ്യം വരിക, അല്ലാത്തടത്ത് അതിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞിട്ടല്ലേ ചെയ്തിട്ടല്ലേ എന്നൊക്കെ പറയുന്നതിന് പകരം നമുക്ക് അത് എങ്ങനെ അതിനെ ഓവർകം ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിലേക്ക്